Good morning, all. This is Siyat Illegal. Welcome to Market Outlook, sponsored by Delta Exchange, leading cryptocurrency trading platform in India. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ബഡ്ജറ്റ് അവലോകനവും കൂടാതെ തന്നെ സാധാരണ ഞായറാഴ്ച നമ്മൾ ചെയ്തു വരുന്ന മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന, ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകളും എല്ലാം തന്നെ നമ്മൾ ഇന്ന് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ബഡ്ജറ്റ് ട്രേഡ്? വിക്സ് കൊളാപ്സ് ആകുമെന്ന് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ്ലി കോളും അല്ലെങ്കിൽ പുട്ടും ബൈ ചെയ്ത ആളുകൾക്ക് വിക്സ് ഏകദേശം ഒരു 7% ഒരു ക്രാഷ് നടന്നതുകൊണ്ട് മേ ബി ആ ഒരു നേക്കഡ് ബൈയിങ് ആളുകൾക്ക് ബെനിഫിഷ്യൽ ആയി കാണില്ല. ഇന്നലെ ഞാൻ ബഡ്ജറ്റിൽ ആക്റ്റീവായിരുന്നില്ല. ഇന്നലെ നമ്മുടെ സ്വിങ്ങിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ആക്റ്റീവായിരുന്നില്ല. പക്ഷേ ബഡ്ജറ്റ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ജനപ്രിയ ബഡ്ജറ്റ് തന്നെയായിരുന്നു ഇന്നലെ നടന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്ന എനിക്ക് പ്രത്യേക രാഷ്ട്രീയ ചിന്തകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വുകളൊന്നുമില്ല. ജനപ്രിയ ബഡ്ജറ്റ് എന്ന് പറയാൻ കാരണം ആദ്യമായിട്ട് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് വേണ്ട എന്നുള്ള വളരെയധികം സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏകദേശം 85% ആളുകളും ഈ ഒരു 12 ലക്ഷം സ്ലാബിന് താഴെയാണ് വരുന്നത്. ആദ്യം അത് അപ് ടു പുതിയ റെജീം അനുസരിച്ച് 7 ലക്ഷം രൂപയായിരുന്നു. അതിനു മുമ്പ് 5 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ 5 മുതൽ 12 ലക്ഷം രൂപ വരെ വരുന്ന ആളുകൾ ടാക്സ് കൊടുത്തുകൊണ്ട് ഇരിക്കണമെങ്കിൽ ഇനി അത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ അത് വേണ്ട. അത് ഏത് രീതിയിലാണ് നമുക്ക് ഗുണകരമാകുന്നത്? ഇന്നലെ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ അധികം ചർച്ച ചെയ്യാതെ പോയൊരു കാര്യം, ഇന്ത്യയുടെ ഡെഫിസിറ്റ് ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടില്ല. എന്താ ഡെഫിസിറ്റ്? ഗവൺമെൻറ്റിൽ വരുന്ന വരുമാനത്തിൽ മേൽ ഗവൺമെൻറ് എക്സ്പെൻസ് ചെയ്യുന്നതാണ് ഡെഫിസിറ്റ്. അപ്പോൾ ഗവൺമെൻറ് ഫർദറായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്താനായിട്ട് ഒരു തീരുമാനവും ഇല്ല. അത് നമുക്ക് പ്രകടമായിരുന്നു. ഇന്നലെ ഡിഫൻസ് സ്റ്റോക്കുകൾ, ഡിഫൻസിൽ യാതൊരു അലോക്കേഷനും നമ്മൾ കണ്ടില്ല. ഡിഫൻസ് സ്റ്റോക്ക് പാരാസ് ഡിഫൻസ് റെഡിൽ ക്ലോസ് ചെയ്തു, HAL റെഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ റെയിൽവേയും, ഈവൻ റെയിൽവേക്ക് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ 10,000 കോടി രൂപ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാനായിട്ടുള്ള പദ്ധതി ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ബഡ്ജറ്റിലുള്ള ഒരു കാര്യം. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഗവൺമെൻറ് ഈ ഒരു ഇൻകം ടാക്സ് സ്ലാബ് 12 ലക്ഷം രൂപ വരെ ഇല്ല, ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. 85% വരുന്ന ജനങ്ങൾക്ക് അപ്പോൾ ഇനിയിപ്പോൾ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനത്തിൽ മേൽ എന്ത് എഫക്റ്റാണ് വരുന്നത്? ആളുകൾ സ്വാഭാവികമായ രീതിയിൽ ഇൻകം കുറച്ച് കാണിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. നമുക്കറിയാം അല്ലേ, ആളുകൾ ഇൻകം കുറച്ച് കാണിക്കും. ഇനി അത് ഇല്ല, ആളുകൾ ഇൻകം കൂട്ടി കാണിക്കും, അല്ലെങ്കിൽ ആക്ച്വൽ ഇൻകം കാണിക്കും. 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ലാത്ത സാഹചര്യത്തിൽ 12 ലക്ഷം രൂപ വരെ സേഫ് ആണല്ലോ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ആളുകൾ ഇൻകം കൂട്ടിക്കാണിക്കും. ഇത് ITR കൂടുതൽ ഫയൽ ചെയ്യും. എന്തിനാണ് ITR ഫയൽ ചെയ്യുന്നത്? ലോൺ കിട്ടാൻ ITR ഫയൽ ചെയ്യും. പല തരത്തിലുള്ള ബെനിഫിഷ്യൽ കിട്ടാനായിട്ട് ഇപ്പോൾ പുറമേക്കൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ ITR ഒരു കോപ്പിയായിട്ട് വരും. അപ്പോൾ ITR കൂടുതൽ ഫയൽ ചെയ്യപ്പെടും. ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യപ്പെടും. ഈ സ്പെൻഡിങ് സ്വാഭാവികമായിട്ടും ഓട്ടോ സെക്ടറിലേക്ക് പോകും. ഇന്നലെ ഓട്ടോ സെക്ടർ റാലി രേഖപ്പെടുത്താനായിട്ടുള്ള കാരണം ഇതാണ്. കൂടാതെ തന്നെ FMCGയിലേക്ക് പോകും. ഗ്രാമീണ മേഖലയിൽ കർഷകർക്കുള്ള ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടി, മുതിർന്ന ആളുകൾക്കുള്ള TDS പരിധി ഉയർത്തി എന്നുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് ഗ്രാമീണ മേഖലയിൽ, റൂറൽ ഏരിയയിലുള്ള സ്പെൻഡിച്ചർ കുറഞ്ഞ കാരണം FMCG സ്റ്റോക്കുകൾ ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ നോക്കാം, ITC, HUL തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. ITC റാലി രേഖപ്പെടുത്താനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. എല്ലാ ബഡ്ജറ്റും വരുമ്പോൾ സ്വാഭാവികമായ രീതിയിലും ഈ സിഗരറ്റിൽ മേൽ അമിതമായിട്ടുള്ള ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നലെ അത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ITCയും ഗോഡ്ഫ്രൈ ഫിലിപ്സ് പോലെയുള്ള കമ്പനീസും റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ്. എന്താ? ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉയർത്താതെ തന്നെ ആളുകളുടെ സ്പെൻഡിങ് വഴി മൊത്തത്തിലുള്ള രാജ്യത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉയർത്തുക, രാജ്യം പുരോഗതിയിലേക്ക് മാറുക എന്നുള്ള ഒരു ട്രിക്കി ആൻഡ് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്
ഒന്നാമത് കണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഇന്നലെ വലിയ റാലി നമുക്ക് കണ്ടില്ല എന്നുള്ളത് പറഞ്ഞാൽ ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറയ്ക്കുമെന്നുള്ളൊക്കെ ഒരു അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഗവൺമെൻറ് മുതിർന്നില്ല. ഈ എഫ് ഐസ് ഇന്നലെ മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ടാവാം മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റുകളൊന്നും തന്നെ ഇല്ലാതിരുന്നത്. എഫ് ഐസിൻ്റെ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 3 lakhs crores ആണ് എഫ് ഐസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിറ്റ് മാറിയതെങ്കിൽ ഈ ഒരു കലണ്ടർ ഇയറിൽ എത്ര ദിവസമായി? ജാനുവരി, ഫെബ്രുവരി അല്ലേ? ഫെബ്രുവരി ഇപ്പോൾ ഒരു ദിവസം അല്ലേ? ഈ ഒരു മാസവും ഒരു ദിവസവും കൊണ്ട് എഫ് ഐസ് ഏകദേശം 87,000 കോടി രൂപയ്ക്ക് മുകളിൽ സെല് നടത്തി. കഴിഞ്ഞ വർഷം 3 ലക്ഷമായിരുന്നെങ്കിൽ അതിൻ്റെ 1/3 ഒരൊറ്റ മാസം കൊണ്ട് എഫ് ഐസ് സെല്ല് നടത്തി. അപ്പോൾ ഈ സെല്ലിങ് കൂടാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എഫക്റ്റിൽ വരില്ല. അപ്പോൾ എഫ് ഐസിൻ്റെ സെല്ലിങ് കുറയുക തന്നെ വേണമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഡിഫൻസിൻ്റെ കാര്യം പറഞ്ഞു, പ്രത്യേകിച്ച് അലോക്ഷനൊന്നുമില്ല. ഇ വി സെക്ടറിന് ബൂസ്റ്റ് ഉണ്ടാവും. ഇ വി സ്റ്റോക്കുകളെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമായിട്ടുള്ളത് എസ് ഐ പി വർദ്ധിക്കും. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആളുകളുടെ കയ്യിൽ കൂടുതൽ വരുമാനം വരും. ഇത് FMCGയിലേക്കും ഓട്ടോ സെക്ടറിലേക്കും പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് SIP കൂടുമെന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഓൾറെഡി തന്നെ SIP ഫണ്ട് ഇൻഫ്ലോ മന്ത്ലി അടിസ്ഥാനത്തിൽ കൂടുതലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ FDI ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പരിധി 70% അത് 100% ഉയർത്തും. അത് ഇൻഷുറൻസ് മേഖലയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനായിട്ട് സാധ്യമാകും. ഇനി മെഡിക്കൽ ടൂറിസം രംഗത്തേക്ക് ഗവൺമെൻറ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. വിസകളെല്ലാം തന്നെ കൂടുതൽ എളുപ്പമാകും, ലളിതമാകും. ഇത് ഈസി ട്രിപ്പ് പോലെയുള്ള കമ്പനീസ് ഇന്നലെ റാലി രേഖപ്പെടുത്തി. ഇന്ത്യൻ ഹോട്ടൽ ഇൻഡസ്ട്രീസിലുള്ള കമ്പനിയാണ്, ഇതും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ലെതർ ആൻഡ് ഫുഡ്വെയർ ഇൻഡസ്ട്രീസിൽ ഗവൺമെൻറ് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ബാറ്റ സ്റ്റോക്കുകൾ ഇന്നലെ റാലി രേഖപ്പെടുത്തി. ക്യാമ്പസ് ഫുഡ്വെയർ റാലി രേഖപ്പെടുത്തി. റിലാക്സോ ഫുഡ്വെയർ റാലി രേഖപ്പെടുത്തി. ഇതാണ് എൻ്റെ ചെറിയൊരു ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ളൊരു റിവ്യൂ. അത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മൾ മാർക്കറ്റിലേക്ക് വരാം. നേരെ നമ്മൾ കാണുന്നു FIs DX ആക്ടിവിറ്റീസ്. DIs എല്ലാ ദിവസവും ബൈ നടത്തി. 27, 28, 29, 30, 31 ദിവസങ്ങളിലെല്ലാം തന്നെ ബൈ നടത്തി FIs കാണാം. FIs ജാനുവരി മാസം മാത്രം 87 കോടി രൂപ, 87,000 കോടി രൂപ ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ FIs ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് ആയിരുന്നു. ഇനി ഗ്ലോബലിൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പുതിയ അപ്ഡേറ്റ്? ഡൊണാൾഡ് ട്രംപ് പുതിയതായിട്ട് 25% താരിഫ് കാനഡ, മെക്സിക്കോ, ചൈനയിലേക്ക് 10 ഇത്തരം താരിഫുകളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. ചൈനയിലേക്കെല്ലാം തന്നെ എത്ര എക്സ്പോർട്ടും ഈ താരിഫെല്ലാം തന്നെ കൂടിയും ഡീപ് സീക്ക് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലവിലുള്ള ചാറ്റ് തന്നെ മറികടന്നിട്ട് ചാറ്റ് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ ഏകദേശം ഒരു 10% പോലും വേണ്ട ഈ ഒരു ഡീപ് സീക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത. NVIDIA സ്റ്റോക്ക് ഏകദേശം $500 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ ഇത്ര ബബിളായിട്ടുള്ളൊരു സംഗതിയായിരുന്നു ചാറ്റ്. എത്ര വലിയ റോക്കറ്റ് സയൻസ് ആയിരുന്നു. അതല്ല, വെറും 70 കോടിക്കാണ് ഈ ഡീപ് സീക്ക് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും ഈ ഒരു US ടെക്നോളജി കമ്പനീസിന് ദോഷകരമാണ്. ഇന്ത്യൻ ടെക്നോളജി കമ്പനീസിന് അതൊരു ഗുണകരമാണ്. കാരണം ഒരു പുതിയ ഉണർവാണ്. അതായത് ടയർ 2 കൺട്രിയാണ് ഇന്ത്യ. USനെ സംബന്ധിച്ച് ഇന്ത്യക്കും ചിപ്പ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യയും സ്വന്തമായിട്ട് ഇപ്പോൾ ഈ ഒരു ഡീപ് സീക്ക് പോലെയുള്ള ഈ കണ്ടെത്തലുകൾ നടത്തുമെന്നുള്ളത് ഇന്നലെ നമ്മുടെ IT മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം വളരെ അടുത്ത് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഗ്ലോബൽ ഈവൻറ്റിലേക്ക് നോക്കാം. ഗ്ലോബൽ ഈവൻറ്റിൽ യുഎസിലെ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, ജോബ് ഓപ്പണിംഗ്, നോൺ ഫാം പേറോള്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം. ഇന്ത്യയിലേക്ക് ഇനി ജർമ്മനിയിലേക്ക് വരാണെങ്കിൽ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. ഫെബ്രുവരി 3 ഇൻഫ്ലേഷൻ ജർമ്മനിയിലെ, UK ഇൻട്രസ്റ്റ് റേറ്റ്, ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഫെബ്രുവരി 3, ഫെബ്രുവരി 5 സർവീസ് PMI, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്ന വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. വളരെയധികം കീ ഇവൻ്റ് ആണ്. സ്ക്രീനിൽ കാണുന്നത് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ആണ്. കൃത്യമായിട്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം. പക്ഷേ ഈ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ഡിവിഡൻഡ് അപ്ഡേറ്റിലുണ്ട്. ഡിവിഡൻഡ് അപ്ഡേറ്റിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് എന്താണ്, എമൗണ്ട് എന്താണ്, IPO ഡേറ്റ് എന്താണ്, IPOയുടെ ഡീറ്റെയിൽസ് എന്താണ്, നേരത്തെ കണ്ട ഗ്ലോബൽ ഈവൻ്റ് എല്ലാം, റിസൾട്ട് കലണ്ടർ എല്ലാം ഉൾപ്പെടെ നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി
നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വേഗം പോവുകയാണെങ്കിൽ JR ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റ് 8% ഉയർന്നു. ആനന്ദ് രാജ് നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്നു. മാരുതി അവരുടെ 7 മന്ത് ഹൈ എക്സ്പോർട്ട് അവർക്ക് കരസ്ഥമാക്കി. 2 ലാക്ക് യൂണിറ്റ് കരസ്ഥമാക്കി. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഓൾറെഡി തന്നെ വന്നു കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളെല്ലാം തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. വിനാന്തി ഓർഗാനിക് കമ്പനി 76 നിന്ന് 93 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ന്യൂജൻ സോഫ്റ്റ്വെയർ 13 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ONGC നെറ്റ് പ്രോഫിറ്റ് 19% ഇടിഞ്ഞു. എങ്കിലും കമ്പനി 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ത്രിവേണി ടർബൈൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 58 നിന്ന് 120 കോടി രൂപയ്ക്ക് ഉയർന്നു. ന്യൂവാമ ഹെൽത്ത് വെൽത്ത് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 43% ഉയർന്നു. LIC ഹൗസിംഗ് നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്നു. IRB ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 3 മടങ്ങ് ഉയർന്ന് 6026 കോടി രൂപ കരസ്ഥമാക്കി. അപ്പോൾ ഇതാണ് നമ്മളുടെ അപ്ഡേറ്റ്സ് ഉള്ളത്. ചാനൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും നല്ലൊരു സൺഡേ ദിനം ആശംസിക്കുന്നു. താങ്ക്